Okay, now we can learn about homology searching. Homology എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് മീൻസ് സിമിലാരിറ്റി, അല്ലെങ്കിൽ ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്ന് വന്ന എന്തോന്ന്, അതിനെയാണ് നമ്മൾ ഹോമോളജി എന്ന് വിളിക്കുക. അപ്പോൾ ഹോമോലോഗസ് ജീൻസ് എന്ന് വെച്ചാൽ ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്ന് കിട്ടിയ സിമിലർ ആയിട്ടുള്ള ജീൻസ്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദർ വാസ് എ കോമൺ മമേലിയൻ ആൻസെസ്റ്റർ. അതിൽ നിന്ന് മൗസിനും ഹ്യൂമൻസിനും ഒരു ജീൻ കിട്ടിയിട്ടുണ്ട്, ആൽഫ സബ് യൂണിറ്റ്സ് ഓഫ് ഹീമോഗ്ലോബിൻ. ഈ ആൽഫ സബ് യൂണിറ്റ്സ് ഓഫ് ഹീമോഗ്ലോബിന് കോഡ് ചെയ്യുന്ന ജീൻ എന്ന് പറയുന്നത് ഒരു കോമൺ മമേലിയൻ ആൻസെസ്റ്ററിൽ നിന്ന് നമ്മുടെ മൗസിനും അതേപോലെ നമുക്കും കിട്ടിയിട്ടുള്ള ജീനാണ്. അപ്പോൾ നമുക്ക് ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു സീക്വൻസ് കിട്ടിയെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ഇതിനെ എടുത്തിട്ട് നമ്മുടെ സെർച്ച് ടൂൾസ് ആയിട്ടുള്ള ബ്ലാസ്റ്റ് പോലത്തെ ടൂൾസിലിട്ട് നോക്കും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും നമ്മുടെ ബ്ലാസ്റ്റിലുള്ള ഏതെങ്കിലും ഡേറ്റയുമായിട്ട് ഇത് സിമിലർ ആവുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ അഥവാ സിമിലർ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ, ഇതിനൊരു ഹോമോളജി അല്ലെങ്കിൽ ഒരു ഹോമോലോഗസ് ജീൻ ഉണ്ട്. അപ്പോൾ ഇതിനൊരു കോമൺ ജീൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഫൈൻഡിങ് ഡൊമെയിൻ ആൻഡ് ഫങ്ഷണൽ സൈറ്റ് ഹോമോളജീസ്. ദെർ വാസ് എ നോ ഓക്കെ ഫൈൻഡിങ് ഡൊമെയിൻ ആൻഡ് ഫങ്ഷണൽ സൈറ്റ് ഹോമോളജീസ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, വാട്ട് ഈസ് എ ഡൊമെയിൻ? ഒരു പ്രോട്ടീനിലെ ഒരു സ്പെസിഫിക് പാർട്ടാണ് ഡൊമെയിൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സ്പെഷ്യൽ സ്ട്രക്ചറും ഒരു സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റും ഒരു സ്പെഷ്യൽ ഫംഗ്ഷനും ഒക്കെ കാണും. അതായത് നമ്മളിപ്പോൾ ഒരു ലോങ് ചെയിൻ എടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ നെയിൽ കട്ടർ കണ്ടിട്ടില്ലേ? അപ്പോൾ ഈ നെയിൽ കട്ടറിൽ പല ടൈപ്പ് ഓഫ് ടൂൾസ് കാണും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ നെയിൽ കട്ടറിനകത്ത് തന്നെ പല ടൈപ്പ് ഓഫ് ടൂൾസ് കാണത്തില്ല. അതേപോലെ ഒരു പ്രോട്ടീനിലുള്ള പല ടൈപ്പ് ഓഫ് പാർട്സ് കാണും. അതിലൊരു പാർട്ടാണ് ഈ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഇതിനൊരു പ്രത്യേക ഫംഗ്ഷൻ കാണും. ഈ നെയിൽ കട്ടറിലെ ഓരോ ടൂളിനും ഓരോ ഫംഗ്ഷൻ ഉള്ളതുപോലെ. അപ്പോൾ അതാണ് ഡൊമെയിൻ. അതേപോലെ ഫങ്ഷണൽ സൈറ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു കുഞ്ഞ് റീജിയൻ ആയിരിക്കും ഒരു പ്രോട്ടീനിലെ. ഒരു ആക്റ്റീവ് സൈറ്റ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റ്, ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മൾ ഫങ്ഷണൽ സൈറ്റ്സ് ആണ്. അപ്പോൾ നമുക്കൊരു അൺനോൺ ആയിട്ടുള്ള സീക്വൻസ് കിട്ടി, ലൈക്ക് ABC. നമുക്കൊരു അൺനോൺ ആയിട്ടുള്ള സീക്വൻസ് കിട്ടി, ഒരു പ്രോട്ടീൻ സീക്വൻസ് കിട്ടി. അപ്പോൾ നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ നോക്കും, ഇതിലേതെങ്കിലും പാർട്ട് നമുക്കറിയാവുന്ന ഏതെങ്കിലും ഡൊമെയിനുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ. അഥവാ ഏതെങ്കിലും ഒരു ഡൊമെയിനുമായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ അതേ ഫംഗ്ഷൻ ആയിരിക്കും ഇതിനും, അല്ല അതിൻ്റെ അതേ അറേഞ്ച്മെൻ്റ് ആയിരിക്കും ഇതിനും. അപ്പോൾ നമുക്കതിൻ്റെ ഫംഗ്ഷൻ കണ്ടെത്താൻ പറ്റും. ആ ഒരു പ്രോട്ടീൻ്റെ ആ ഒരു സീക്വൻസ് കിട്ടിയാൽ നമ്മൾ ബ്ലാസ്റ്റിലിട്ടാണ് നോക്കുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു ഫങ്ഷണൽ സൈറ്റിൻ്റെ സീക്വൻസ് കിട്ടി. അപ്പോൾ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ഫങ്ഷണൽ സൈറ്റിൻ്റെ സീക്വൻസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഓക്കെ, ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു ഫങ്ഷണൽ സൈറ്റ് കിട്ടി. അപ്പോൾ നമുക്ക് അറിയാം ഇതിൻ്റെ ഫംഗ്ഷൻ ഇതാണ്, ഈ ഒരു അൺനോൺ ആയിട്ടുള്ള പ്രോട്ടീൻ സീക്വൻസിൻ്റെ ഫംഗ്ഷൻ ഇതാണെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന, അതായത് ഈ ഹോമോളജീസ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസാണ് ഫാമും പ്രൊസൈറ്റും ഇൻ്റർപ്രോയും. സോറി, നിങ്ങളല്ലേ ഇറങ്ങണ്ടേ? ഇതാണ് ആളിറങ്ങാൻ വൈകി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോ. അങ്ങനെ 2 വണ്ടി വരെ നഷ്ടപ്പെട്ടു.